വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മൂർച്ചയുള്ളത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 41 15 വാക്യം. ഇതാ, മൂർച്ചയുള്ള പല്ലുകളുള്ള ഒരു പുതിയ മെതിവണ്ടിയായി ഞാൻ നിന്നെ മാറ്റും. നീ മലകളെ മെതിച്ച് ചെറുതാക്കും, കുന്നുകളെ പതിർപോലെയാക്കും. കർത്താവിന്റെ ഈ വാഗ്ദാനം എത്ര അത്ഭുതകരമാണ്! കർത്താവ് നമ്മെ നോക്കുമ്പോൾ അവൻ നമ്മെ ഒരു മൂർച്ചയുള്ള ആയുധമായി കാണുന്നു. പർവ്വതങ്ങളെ തകർക്കാനും കുന്നുകളെ പതിർപോലെയാക്കാനും അധികാരപ്പെടുത്തിയ ആളുകളായി അവൻ നമ്മെ കാണുന്നു. കോടാലി ഉപയോഗിച്ച് ഒരു മരം മുറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം കോടാലി മൂർച്ചയുള്ളതാണോ എന്ന് പരിശോധിക്കും. അത് മങ്ങിയതാണെങ്കിൽ അവന്റെ എല്ലാ ശക്തിയും പാഴാകും, മരം മുറിക്കാൻ കഴിയുകയില്ല. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ജോലി ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുകയും പിന്നീട് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് വിജയകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥനയില്ലാതെ അത് ചെയ്യാൻ ശ്രമിച്ചാൽ മുഷിഞ്ഞ കോടാലി ഉപയോഗിച്ച് മരം മുറിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ നിങ്ങൾ അവസാനിച്ചേക്കാം. ഒന്നും ഫലിക്കാത്തതിനാൽ നിരാശനായി മടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളെ കാണാൻ പോകുന്നു എന്ന് കരുതുക. നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുന്നു. പക്ഷേ അവർ പുറത്തേക്ക് ഇറങ്ങിയതായി കേൾക്കുന്നു. ഇങ്ങനെ വൈകുന്നേരം നിങ്ങൾ തിരിച്ചെത്തുന്നു. നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്നതാണ്. കർത്താവേ, എനിക്ക് ഈ വ്യക്തിയെ കാണാൻ ആഗ്രഹമുണ്ട്. ഇതുവരെ ഞാൻ പ്രാർത്ഥിക്കാതെ ശ്രമിച്ചു, അതിനാൽ എനിക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ദയവായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവരെ കാണാൻ എന്നെ സഹായിക്കൂ. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തേടി വരുന്നത് നിങ്ങൾ കണ്ടെത്തിയേക്കാം. മൂർച്ചയുള്ള കോടാലി ഉപയോഗിച്ച് മരം മുറിക്കുന്നതിന് പകരം മുഷിഞ്ഞ കോടാലി ഉപയോഗിച്ച് മരം മുറിക്കുന്നതിന്റെ വ്യത്യാസം അതാണ്. കർത്താവിന്റെ കാൽക്കൽ കാത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ മൂർച്ച കൂട്ടുക. നിങ്ങളെ തന്നെ പരിശോധിക്കുക. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ സമയം നീക്കിവെക്കുക. കർത്താവിനായി കാത്തിരിക്കുക. ബൈബിൾ പറയുന്നു, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകുകൾ അടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. യെശയ്യാവ് 40 31 വാക്യത്തിൽ കാണപ്പെടുന്നു. ചിലപ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിച്ചേക്കാം. നമുക്ക് ബലഹീനതയും പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയും തോന്നിയേക്കാം. അത്തരം നിമിഷങ്ങളിൽ ഒരു മുഷിഞ്ഞ കോടാലി പോലെ തുടരരുത്. ദൈവമക്കളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ പോലും കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുക. സൗമ്യമായി ദൈവസന്നിധിയിൽ അവന്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുക. അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ കർത്താവ് നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകുകയും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ സ്ഥാപിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുകയും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മാവിനെ സ്ഥാപിക്കുകയും ചെയ്യും. ഇത് യെഹെസ്കേൽ 36 26 വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 5 17 വാക്യം. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 9, 10, 11 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 15 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.